തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അടക്കം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുമെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം തൃശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുക. ജില്ലയിലെ മറ്റ് NDA സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. BJPക്കെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങൾക്കും നരേന്ദ്രമോദി മറുപടി നൽകുകയാണെങ്കിൽ എതിർ പാർട്ടികളുടെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ പ്രസക്തമാവുകയാണ്. 2:30 മോദി എത്തുന്നതോടുകൂടി BJPയുടെ ഒരു നിർണായക പ്രചാരണ ഘട്ടം അവിടെ ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തൃശ്ശൂരിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇന്ന് 2:30 പ്രധാനമന്ത്രി പാലക്കാട് എത്തുക. അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അദ്ദേഹം എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രധാനമായും CPM BJP ഡീൽ എന്നതടക്കമുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പാലക്കാട് ഉയർന്നു വന്നിട്ടുള്ള മറ്റു പല ആരോപണങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ എതിർ പാർട്ടികളെ അടക്കം അത് പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടാകും. ഏത് രീതിയിലായിരിക്കും ഇനി അവരുടെ പ്രചാരണം, അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, കുറച്ചു മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. മോദി വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? അനുശ്രീ, പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരി ഏത് തരത്തിലാണ് തൃശ്ശൂരിനെ നിയമസഭയിൽ എത്തിക്കാനുള്ള ടാക്ടിക്കുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ചും സുരേഷ് ഗോപി മണ്ഡലത്തെ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ള അതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും ഒരു പക്ഷേ തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലം പിടിക്കാനും ഉദ്ദേശിക്കുന്നത് എന്ന് ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം. തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിട്ട് A ക്ലാസ് മണ്ഡലമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു പക്ഷേ നിയമസഭയിൽ എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP പ്രവർത്തകർക്കുണ്ട്. അത് തന്നെയാണ് സുരേഷ് ഗോപി നമ്മളോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നത് തന്നെ പ്രത്യേകിച്ചും ഈ ഒരു അതായത് മണ്ഡലം ലക്ഷ്യമിട്ടുള്ള, അതായത് തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ തൃശ്ശൂരിൽ നിന്നും നിയമസഭയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് മോദി പ്രധാനമായും തൃശ്ശൂർ ലക്ഷ്യമിട്ട് എത്തുന്നത്. തൃശ്ശൂരിൽ വോട്ടർമാരെ അദ്ദേഹം വൈകുന്നേരം 4:15 തൃശ്ശൂർ റൗണ്ടിലാണ്, സ്വരാജ് റൗണ്ടിലാണ് പ്രധാനമന്ത്രി എത്തുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് തൃശ്ശൂരിൽ റൗണ്ടിൽ മുഴുവൻ ഉള്ളത്. വലിയ കനത്ത സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ തന്നെ ജനറൽ ആശുപത്രി മുതൽ 900 മീറ്റർ ദൂരത്താണ് പ്രധാനമന്ത്രി റോഡ് ഷോയിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്തതും. വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് തൃശ്ശൂരിലേക്ക് പ്രതീക്ഷിക്കുന്നത്. വോട്ടർമാർക്കുപരി പ്രധാനമന്ത്രിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് തൃശ്ശൂരിലേക്ക് എത്തുന്ന ആളുകൾ, നമുക്ക് കൊച്ചിയിലെ തിരക്ക് നമുക്കറിയാം. വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ദൂരദേശങ്ങളിൽ നിന്നും ഒക്കെ എത്തിയ BJP പ്രവർത്തകരല്ലാത്ത ഒരുപാട് ആളുകൾ, പ്രധാനമന്ത്രിയെ കാണാനെത്തിയ ഒരുപാട് ആളുകളെ നമ്മളന്ന് കൊച്ചിയിൽ കണ്ടതാണ്. അതേ പ്രതീതി തന്നെ ഒരുപക്ഷെ ഇവിടെയും ഉണ്ടാകും. പാലക്കാടിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് വൈകുന്നേരം 4:15 എത്തുക. പ്രധാനമായും തൃശ്ശൂരിന് വേണ്ടി എന്ത് എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂരിന് വേണ്ടി എന്ത് എന്നുള്ളത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കുന്ന MP പാർലമെന്റിലുണ്ട്. കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഇതുവരെ തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അസസ്മെന്റ് കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ LDF സ്ഥാനാർത്ഥിയും നമ്മളോട് സംസാരിച്ചിരുന്നു. LDFിൻ്റെ പരമ്പരാഗത വോട്ടുകൾ മാത്രം മതി തൃശ്ശൂരിന് നിയമസഭയിലെത്താനെന്നാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പത്മജ വേണുഗോപാലിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം, അത് ഇത്ര കാലം കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നത്, അത് തിരിഞ്ഞു കുത്താനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ വിലയിരുത്തൽ. അങ്ങനെയാണ്. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാജൻ K പലരും നമ്മളോട് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം തൃശ്ശൂരിൽ സാധ്യമാണ്. അത് തന്നെയാണ് BJP ത്രികോണ മത്സരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ശക്തമാണ് BJPയുടെ പ്രവർത്തനങ്ങളുമൊക്കെ. അതായത് ശക്തമായ
തന്നെ BJP തൃശ്ശൂരിൽ മത്സര രംഗത്തുണ്ട്. അത് ഇരു മുന്നണികൾക്കും LDF-നും UDF-നും വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം തന്നെ BJP തൃശ്ശൂരിൽ ലോക്സഭയിൽ എത്തിയതുപോലെ തന്നെ അതേ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ മണ്ഡലത്തിൽ നിയമസഭയിലെത്താൻ വേണ്ടിയിട്ടുള്ള തൃശ്ശൂരിൻ്റെ ഹോംവർക്കുകൾ അത്തരത്തിലാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ ഹോംവർക്കോട് കൂടിയാണ് BJP തൃശ്ശൂരിനെ ലക്ഷ്യമിട്ട് ഇറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രി പ്രധാനമായും തൃശ്ശൂർ ലക്ഷ്യമിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി എത്തുന്നത്. എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ, തൃശ്ശൂരിൻ്റെ പദ്ധതികളെ പറ്റി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പദ്ധതികളെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ തന്നെ ഇത്രയും കാലം പാർലമെൻറ്റിൽ തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ചുള്ള ആളെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദ്യചിഹ്നമാകും. അത് വിലയിരുത്തപ്പെടും. അത്തരമൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് BJPയെ സംബന്ധിച്ചിട്ടും. അതേസമയം തന്നെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് നിലവിൽ. അതേസമയം തന്നെ തൃശ്ശൂരിലെ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് പ്രധാനമായും. ആ വോട്ട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അത് അതായത് പാർട്ടിയുടെ വോട്ടുകളല്ലാതെ നിഷ്പക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതും കേരളത്തിൽ തൃശ്ശൂരിനെ അഭിസംബോധന ചെയ്ത് വൈകുന്നേരത്തോടു കൂടി സംസാരിക്കാൻ പോകുന്നതും. അനുശ്രീ. ശരി, പാലക്കാട് നിന്നും CV അനുമോദും തൃശ്ശൂരിൽ നിന്നും ആജ്ഞ രവീന്ദ്രനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.